ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ റോൺടോസോ എന്നാണ് പറയുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു അരമണിക്കൂറോളം വെച്ചേക്കാൻ വേണം. ശരിയാണല്ലോ. ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായി ഞാനിത് കുഴച്ച് വെച്ചിട്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന വലിപ്പത്തിൽ വേണം ഉരുളകളാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉരുളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 വാഴയില വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും തൂവി തുടച്ച് വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഒരിലയും കൂടെ വെച്ച് അതിലും നല്ലപോലെ എണ്ണ പുരട്ടിയതാണ്. അത് വെച്ചിട്ട് ഒരു ചപ്പാത്തി പലക വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നോക്കാം, നമുക്കൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ചൂടായി വന്ന വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് പരത്തി വെച്ചതിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും അതാവാനായിട്ട്. നമ്മുടെ റോൺടോസ് ഇപ്പോൾ വളരെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ റോൺടോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പരിപ്പ് ചാറാണ്. അത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പി പ്രത്യേകം ഞാൻ വീഡിയോയിൽ പറയാതിരുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.